നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ നമ്മൾ സംസാരിക്കുന്ന ചില വാക്കുകൾ അതേ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. പല കസ്റ്റമേഴ്സിനും പല കാര്യങ്ങളും പറയുമ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ചില വാചകങ്ങൾ അല്ലെങ്കിൽ ചില വാക്കുകൾ അത്ര മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പം നമുക്കൊന്ന് സാധാരണയായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിലൊക്കെ ഉപയോഗിക്കുന്ന ടെർമിനോളജി ഏതൊക്കെയാണ് എന്ന് ഒന്നൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ പറയുന്ന പ്രീമിയം എന്നാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ നിശ്ചിത തുക എല്ലാ വർഷവും അടയ്ക്കുന്ന ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ അനുയോജ്യമായ പ്ലാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിന് ഇത്ര ഒരു രൂപ വച്ചിട്ട് എല്ലാ വർഷവും അടയ്ക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കും. ആ ഒരു തുകയെയാണ് ഇൻസ്റ്റാൾമെൻറ്റ്, ആ തുകയെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. അതുപോലെ ചില കേസുകളിൽ ഇത്ര എമൗണ്ട് ഡിഡക്റ്റ് ചെയ്താണ് കിട്ടുക, അല്ലെങ്കിൽ അതിന് ഇത്ര എമൗണ്ട് ഡിഡക്ഷൻ വന്നാലാണ് ഈ എമൗണ്ട് കിട്ടുക, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിന് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത് ഒരു നിശ്ചിത തുക അതിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയാണ് കവറേജ് കിട്ടുക എന്നൊക്കെ പറയുന്ന ആ രീതിക്കാണ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത്. പിന്നെ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു വാക്കാണ് കോ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. കോ പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓരോ ബില്ലിലും നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. അതായത് സാധാരണ കമ്പനി സെറ്റിൽ ചെയ്യുമ്പോൾ അതിലൊരു നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ നിശ്ചിത പെർസെൻറ്റേജ്, ആ ബില്ലിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് നമ്മൾ കസ്റ്റമർ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതുണ്ട്. അതിനെയാണ് കോ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കവറേജ്. കവറേജ് എന്ന് പറയുന്നത് എത്ര സമ്മഷ്വേർഡ് അല്ലെങ്കിൽ എത്ര പർച്ചേസ് പ്രൈസിനാണ് നമ്മൾ ആ ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, അതിനെയാണ് കവറേജ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 5 ലക്ഷത്തിൻ്റെ പോളിസി, 10 ലക്ഷത്തിൻ്റെ പോളിസി എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു തുകയെയാണ് നമ്മൾ കവറേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക്, ചില അസുഖങ്ങൾക്ക് നമുക്ക് കവറേജ് കിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ചില അസുഖങ്ങൾക്ക്, അതായത് നമുക്ക് ഓൾറെഡി ഉള്ള അസുഖങ്ങളാണെങ്കിൽ അതിന് ഇത്ര വർഷം പുതുക്കിയതിന് ശേഷം കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ ആ ഒരു ഇതിൻ്റെ ബേസിൽ നമ്മൾ ആ കവറേജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്നത്. പിന്നെ നെറ്റ്വർക്ക് എന്ന ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉള്ള ആ ഒരു കോൺട്രാക്റ്റ് ഉള്ള കാര്യത്തിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സാധാരണ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതായത് ആ ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലുകൾ, അത്തരം ഹോസ്പിറ്റലുകൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അവിടെ ക്യാഷ്ലെസ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ക്യാഷ്ലെസ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ, അതായത് നമ്മൾ കയ്യിൽ നിന്ന് എമൗണ്ട് കൊടുക്കാതെ കമ്പനി തന്നെ അത് ആ ബില്ല് സെറ്റിൽ ചെയ്യും എന്നുള്ള ആ ഒരു ഉപയോഗത്തിനെയാണ് ക്യാഷ്ലെസ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ എത്ര കവറേജ് എന്ന് പറയുന്ന ആ ഒരു തുകയെ നമ്മൾ സം ഇൻഷ്വേർഡ് എന്ന് പറയാറുണ്ട്. പിന്നെ വരുന്ന വാക്കാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് കവറേജ് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല എന്ന് പറയുന്ന അതിനെയാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് കേൾക്കുന്ന 2 തരം എക്സ്ക്ലൂഷൻസ് ആണ്. അതായത് 2 വർഷത്തേക്കുള്ള എക്സ്ക്ലൂഷൻ, ചില ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചില സർജറീസ്, ഹെർണിയ അതുപോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് 2 വർഷം എക്സ്ക്ലൂഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. അതായത് 2 വർഷത്തെ റിന്യൂവലിന് ശേഷമാണ് അത്തരം ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുള്ളൂ എന്നർത്ഥം. പിന്നെ ചിലർ പ്രീ എക്സിസ്റ്റിംഗ് എക്സ്ക്ലൂഷൻ എന്നാണ്. പ്രീ എക്സിസ്റ്റിംഗ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ PD എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെയാണ് PD എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത്, പോളിസിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് കവറേജ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ചില പോളിസികളിൽ 4 വർഷം റിന്യൂ ചെയ്തതിന് ശേഷമാണ് കിട്ടുക. ചില കമ്പനികൾ അതിന് ഒരു ആഡ് ഓൺ പ്രീമിയം കളക്ട് ചെയ്തുകൊണ്ട് 2 വർഷം എക്സ്ക്ലൂഷൻ എന്നൊക്കെ രീതിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ വരുന്ന ഒരു വേർഡാണ് വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്താൽ ശേഷമാണ് ഈ ഒരു പോളിസിയുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിലും തന്നെ പോളിസി എടുത്ത് 30 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് അത് ഇൻഫോഴ്സ് ആവുക. അപ്പോൾ തുടങ്ങിയാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ആക്സിഡൻറ്റ് കേസാണെങ്കിൽ മാത്രം 24 hours കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്.
അതുപോലെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ, അതായത് ഒരു കമ്പനി അതിൻ്റെ ക്ലെയിം വരുന്ന ആ ക്ലെയിമിൽ എത്രത്തോളം ക്ലെയിമുകൾ ഓരോ വർഷം സെറ്റിൽ ചെയ്യുന്നു എന്നുള്ള ആ ഒരു റേഷ്യോ കണക്കാക്കിയിട്ട് ആ ഒരു കണക്കിനെയാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ റൈഡേഴ്സ് എന്നുള്ളൊരു വാക്കുണ്ട്. ചില ആഡ് ഓണുകൾ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജും കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് കൂടെ ആഡ് ചെയ്യാം, പിന്നെ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് ആഡ് ചെയ്യാം, പിന്നെ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള ആഡ് ഓണുകളെയാണെങ്കിൽ നമ്മൾ റൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ വേർഡുകളാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ഇതുവരെ അത്തരം കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തവർക്ക് ഇതൊരു പ്രയോജനപ്പെട്ട എപ്പിസോഡാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ വരും വരെ എല്ലാം ടേക്ക് കെയർ. ബൈ ബൈ.